സിനിമാതാരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹം ലഹരിക്ക് അടിമയാണ്. അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സിസ്റ്ററിന്റെ ഒരു പല്ല് ആടുന്നുണ്ട്. എന്റെ മകന് ഇപ്പൊ രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം. എന്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എന്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. 17-18 വയസ്സിലാണ് ഏറ്റവും കൂടുതൽ വഴി തെറ്റുന്നത്. അതുകൊണ്ട് ആയൊരു മകനാണ് എനിക്കുള്ളത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അല്ലോ ഇയാൾ ആൾ കണ്ടമാരിയല്ലോ, വളരെ ഡീസന്റ് ആണ് കേട്ടോ. സാധു നീ ആ സൂക്ഷിച്ചു നോക്കിയേ. എന്ത് ചെടിയാന്നറിയോ? കഞ്ചാവായിരുന്നു. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ? അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനെ പോലെ മുത്തുകുടം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അല്പന ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നശിക്കണം എന്ന് വെച്ചാൽ ഞാൻ നശിക്കും. എന്നുവെച്ചാൽ ആ മകനൊരു തീരുമാനം, ഒരു ബോധം ഉണ്ടെങ്കിൽ അവനെ ഉപയോഗിക്കില്ലല്ലോ. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് നമ്മളെ വായിക്കകത്ത് കുത്തി തരുമല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ അഥവാ കാശിന്റെ കുന്തളിപ്പ്. ബോധം കഥയുള്ള ഒരുത്തനാണെങ്കിൽ അവനത് ഉപയോഗിക്കില്ല, അത്രേ ഉള്ളൂ. എന്റെ മക്കളെ, ഈ മനുഷ്യനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. ഒറ്റ വാക്കിലൊന്നും പറയാൻ പറ്റില്ല. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവൻ കാരവനകത്തിരുന്ന് കാണിക്കുന്ന മുഴുവൻ മറ്റേ ഇതൊക്കെയാണ്, വലിയും കുടിയൊക്കെ. ഇവരുടെ എങ്ങനെ മണത്തറിഞ്ഞു? ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓ റിയലി റിയലി വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കുകയാണ്. ഓ റിയലി അറിയാത്ത പുള്ള ചൊറിയും പറയും. എനിക്ക് ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രോട്ടീൻ പൗഡർ മാത്രമല്ല. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്.